എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് ആണ്. കുക്കിങ്ങും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചുണ്ടയ്ക്ക. അപ്പോൾ എല്ലാവർക്കും അത്ര അറിയുന്നൊരു സംഭവമാണെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്നാലും പണ്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് എന്താണെന്ന് അറിയുന്നു തോന്നുന്നില്ല കേട്ടോ. പക്ഷേ ഇത് തോരൻ വയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി സംഭവമാണിത്. ഇന്ന് ചെയ്യുന്ന ഇതും ചക്കക്കുരു കൂടെ കൂടിയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചുണ്ടയ്ക്ക ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അധികം ആർക്കും അങ്ങനെ പരിചയമില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചുണ്ടയ്ക്ക ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ചുണ്ടയ്ക്കൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ടത് ചക്കക്കുരുവാണ്. ചക്കക്കുരു ഇതുപോലെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചുണ്ടയ്ക്ക ഈ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചിട്ട് അതിനകത്ത് ചെറിയ അരിയുണ്ട് കേട്ടോ. ചെറിയ ചെറിയ അരിയാണത്. അത് അങ്ങ് കളയണം. നന്നായിട്ട് കഴുകി അതങ്ങ് കളയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ഈ ഞെടുപ്പിൽ ഇതൊന്ന് അടർത്തി എടുക്കണം കേട്ടോ. അതായത് അത് കുറച്ചൊരു മെനക്കേടാണിത്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വിശേഷിച്ച് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് ചക്കക്കുരുവിൻ്റെ കൂടെ വയ്ക്കുമ്പോൾ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് അടർത്തി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഈ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ അമ്മിക്കല്ലൊക്കെ കഴുകി ഇതിങ്ങനെ കുറേശ്ശെ വാരി വെച്ചിങ്ങനെ ഒന്ന് മെല്ലെ ഒന്ന് പൊട്ടിച്ചാൽ മതി. ഒന്ന് പൊട്ടുമ്പോൾ തന്നെ അതിനകത്തുള്ള ആ കൊച്ചു കൊച്ചു കുരുവാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് വെള്ളത്തിലിട്ട് ഞെരടി കഴുകുമ്പോഴത്തേക്ക് അതിങ്ങ് പോന്നോളും. ഇതിപ്പോൾ അമ്മിക്കല്ലിൽ തന്നെ വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. മറ്റെന്തെങ്കിലും നമ്മൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന സംഭവമില്ലേ, അതിനകത്ത് വെച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇതാകുമ്പോൾ കുറച്ചും കൂടെ സൗകര്യമുണ്ട് നമുക്ക് അമ്മിക്കല്ലാണെങ്കിൽ. ഈ ചുണ്ടയ്ക്ക് അത് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവില്ല കേട്ടോ. ഒട്ടും മൂക്കാത്തുണ്ടെങ്കിൽ അതാണ് നല്ലത്.
അപ്പോൾ അതേ ചുണ്ടയ്ക്ക എല്ലാം ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ അരി. ഇതിനകത്ത് തീരെ കുഞ്ഞു കുഞ്ഞു അരിയാണ് കേട്ടോ. ഈ അരിക്കൊരു കയ്പ്പാണ്. അപ്പോൾ അത് നമ്മളങ്ങ് കളയണം. നന്നായിട്ട് ഞെരടി കഴിയുമ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങ് പോരും കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ ഇതുപോലെ നന്നായിട്ട് ഞെരടി കഴുകണം ഇത്. അപ്പോൾ കല്ല് ഉണങ്ങി പോകണ്ടെന്ന് വിചാരിച്ചാൽ അതങ്ങ് കഴുകിയിടുകയാണ് കേട്ടോ. അപ്പോഴേ രാവിലെ ഞാനിങ്ങനെ കുറച്ച് ചോറ് ഇവിടെ ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പം അധികവും കാക്കകളാണ് വന്ന് തിന്നുന്നത്. പിന്നെ പൂച്ചകളും വരും കേട്ടോ. അപ്പം ഞാൻ ഇത് ഇങ്ങനെ ഇവിടെ ഈ തറയിലായിരുന്നിട്ടുണ്ടല്ലോ, ആ ഫില്ലറിന് അവിടെ ആയിട്ടുണ്ടായിരുന്നില്ല പണ്ട് വെച്ചുകൊണ്ട്. നേരത്തെ ഞാനൊരു പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ പാത്രം ഇവർ തട്ടി ഇങ്ങനെ താഴെ ഇടുവേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നല്ല നീറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്ത് അങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇവരിങ്ങനെ വന്ന് തിന്നിട്ടൊക്കെ അങ്ങ് പോയിക്കോളും. പിന്നെ താഴെ ഒരു പാത്രത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. അവരതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകും. ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ചോറ് വെച്ചിട്ടില്ല, വന്ന് കരയും കേട്ടോ കാക്കകൾ. അപ്പോഴും ഞാൻ ചോറ് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഞാനവിടെ നിൽക്കുന്നതുകൊണ്ട് കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങ് മാറി നിന്നത് കേട്ടോ. പിന്നെ വീണ്ടും കല്ലൊന്ന് കഴുകിയെടുക്കുകയാണ്. അമ്മിക്കലൊക്കെ അടച്ചിട്ട് വീണ്ടും നല്ലതുപോലെ ഇത് ഞെരടി കഴുകിയെടുക്കുകയാണ്. കുറേ അരിയാണ് കേട്ടോ ഇതിനകത്ത്. ഒരുപാട് അരി ഉണ്ടാവും. ഒരു 4-5 പ്രാവശ്യം നമ്മൾ കഴുകി കഴിഞ്ഞാലും വീണ്ടും ഈ അരിയുണ്ട്. പിന്നെ ഇതൊരു കറയുണ്ട് ഇതിന്. അത്യാവശ്യം കണ്ട് ചെറിയൊരു കറുപ്പ് കളറാണ് ഈ വെള്ളത്തിന്. ഈ കറയെല്ലാം നമ്മളിങ്ങനെ കഴുകി കളയണം. കണ്ടോ വെള്ളത്തിൻ്റെ കളർ കണ്ടോ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് കൂട്ടുകാരും കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ വീഡിയോ. അപ്പോൾ ദേ ചുണ്ടയ്ക്ക ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചു. പിന്നെ അവിടെ നമ്മുടെ അമ്മിക്കല്ലിൻ്റെ പരിസരമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. അപ്പോൾ ചുണ്ടയ്ക്ക കഴുകി റെഡിയാക്കി വെച്ചിട്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടി ചക്കക്കുരു വേണം. ചക്കക്കുരു കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ ചക്കക്കുരു വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്
കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് തോരൻ വയ്ക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. ഈ പാൻ്റെതായി സെൻറ്റർ ഉണ്ടല്ലോ, അത് പൊങ്ങിയാണ് നിൽക്കുന്നത്. അവിടെ അങ്ങനെ ഈ ഓയിൽ വെളിച്ചെണ്ണ നിൽക്കത്തില്ല അവിടെ. അതുകൊണ്ട് ഈ കടുക് ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇളക്കി കൊടുത്താൽ ഞാൻ കേട്ടോ. അപ്പോൾ പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തു, പച്ചമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ടായിരുന്നത് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണേ. രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. നന്നായിട്ടങ്ങ് യോജിപ്പിക്കുകയാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് സവോളയൊന്ന് വഴറ്റിയതിന് ശേഷം ഈ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ചുണ്ടയ്ക്കങ്ങ് ചേർത്ത് കൊടുത്തു. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇതിന് കുറച്ച് വേവുള്ളതാണ് കേട്ടോ, അപ്പോൾ ഇരുന്ന് വേകണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ചക്കക്കുരു വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ഇതിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. പാത്രം ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു. ലോ ഫ്ലെയിമിൽ ഒരു 10-12 മിനിറ്റോളം ഇരുന്ന് വേകണം ഇത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കി ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഉണ്ടല്ലോ, ഒരൽപ്പം വെള്ളത്തിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതാ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ചക്കക്കുരിനകത്തൊരു അല്പ വെള്ളം ഇതിലും ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്നും ഒരു രണ്ടും കൂടെ ആകുമ്പോൾ ഒന്ന് മയപ്പെട്ടിരിക്കും കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയി പോകാതെ അത്യാവശ്യം ഒരു വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ആ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി, അരപ്പ് ചേർക്കുന്ന സമയത്ത് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയുള്ള വെള്ളം അതിൽ വേണം. അപ്പോൾ ഇത് രണ്ടിലും കൂടെയുള്ള വെള്ളം അത് മതിയാവും. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു. ഒരു 2 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പിന് വേണ്ടി എടുത്തത് പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത്രയാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ എല്ലാ തോരനും അരയ്ക്കുന്ന പോലുള്ള അരപ്പ് തന്നെയാണ് ഇതിന്. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പാത്രം തുറന്നപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അരപ്പൊക്കെ നല്ല വണ്ണം പിടിച്ചിട്ടുണ്ട്. ചക്കക്കുരു പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു ഇത് ഒരുപാട് വെന്ത് പോയിട്ടുണ്ട്, രസം ഉണ്ടാവില്ല കേട്ടോ. അത് കുഴഞ്ഞു പോയാൽ അത്ര രസം ഉണ്ടാവില്ല.
ഇതിപ്പോൾ കണ്ടോ നല്ല പാകത്തിന് കിട്ടി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം. കണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ തോർന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഞാൻ ടെറസിൻ്റെ മുകളിൽ കാണിക്കാറില്ലേ കുറച്ച് പച്ചക്കറികളൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ അതിനകത്ത് കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അവിടെ മണ്ണ് കുറവാണ്. അപ്പോൾ കുറച്ച് മണ്ണും കൂടെ അവിടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ജോലിക്കൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞൊരു 2-3 ബക്കറ്റ് മണ്ണ് മുകളിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളി കൊണ്ടുതരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഈ മണ്ണിൽ ഇത് കുമ്മായം, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ചാണകപ്പൊടി, ഇത്രയും സാധനം ഇട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അത് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യണേ. അപ്പോൾ അത് മിക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേന് പ്ലാവിൽ ചക്ക കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ടൊരു ഭംഗി തോന്നി. അപ്പോൾ ഞാനൊന്ന് അതും കൂടെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഇത് ഇടുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക്. വീണ്ടും അത് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ പൂച്ച വന്നിട്ടുണ്ട്. പക്ഷേ ഈ പൂച്ച അകത്തൊക്കെ കയറും കേട്ടോ. എപ്പോഴെങ്കിലും നമ്മൾ ജനലങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ അകത്ത് കയറും. ഇവിടെയുള്ള പൂച്ചലിട്ട് അല്ല കേട്ടോ. ഇത് പൂച്ചനെ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അകത്ത് കയറ്റത്തില്ല. എങ്കിൽ കഥക് എപ്പോഴെങ്കിലും നമ്മൾ അതിലോ ജനലോ തുറന്നിട്ടുണ്ടെങ്കിൽ ഇവർ കയറും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇതൊക്കെ ചോറൊക്കെ നിങ്ങൾ കഴിച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെ അങ്ങ് ഓടിച്ചു വിടും കേട്ടോ. അപ്പം അതേ മണ്ണ് കൊണ്ട് മുകളിലേക്ക് ആ പുള്ളി വരികയാണ് കേട്ടോ. ഈ മേളിൽ കൊണ്ടുവന്ന് ആദ്യം കൊണ്ടുവന്ന് ചാക്കിലാണ്, എന്നിട്ടത് ബക്കറ്റിൽ തട്ടിയിട്ടിട്ട് കണ്ടോ അവിടെ മണ്ണിൻ്റെ കുറവുണ്ട് കണ്ടോ. അപ്പോൾ അത് അവിടെ ഒരു പാവൽ നിൽപ്പുണ്ട്. പിന്നെ ഇതാ ഒരു കാന്താരി മുളകുണ്ട്. അപ്പോൾ അതിനിടിയിക്കുകയാണ് കേട്ടോ. ആദ്യം ഞാനിങ്ങനെ മണ്ണൊക്കെ കൊണ്ടിങ്ങനെ സ്റ്റെപ്പ് കയറിയൊക്കെ വരുമായിരുന്നു. ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ അതിനൊന്നും. അപ്പോൾ എന്നിട്ട് ഞാനത് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴത്തേക്ക് ഇതാ മഴ പെയ്തു കേട്ടോ. മണ്ണൊക്കെ തട്ടി നിരത്തുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും മഴ പെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ അത് അവിടെ നിർത്തിവെച്ചു. എന്നാൽ വലിയ രീതിയിൽ മഴ പെയ്തതുമില്ല, പണി മുടങ്ങുകയും ചെയ്തു. നമ്മുടെ ചീര, അമ്പഴങ്ങ, റോസയൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയാണ്.
താങ്ക് യു.